പക്ഷെ ഇദ്ദേഹം ഉദ്ദേശിച്ചത് അതല്ല. നിലവാരമില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ്, അതെ. സംസ്കാരമില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇദ്ദേഹം ഉപയോഗിച്ച ആ വാക്കിൻ്റെ കൃത്യമായിട്ടുള്ള ചെറ്റത്തരം അവിടെ ചിലപ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അമ്പലപ്പുഴയിൽ. അമ്പലപ്പുഴയിൽ ജി എസിന് അനുകൂലമാകും ആ പ്രയോഗം. ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് ഇദ്ദേഹം തന്നെ എല്ലാ മണ്ഡലങ്ങളിലും പ്രചരണത്തിന് ഇറങ്ങണം LDF വേണ്ടി എന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. പൊതുസമൂഹം, സെക്കുലറായ ഒരു സമൂഹം ആഗ്രഹിക്കുന്നത് ഇദ്ദേഹം ഇറങ്ങിയാൽ ആ. കുറേ വോട്ട് CPM പോയി കിട്ടും. DMS എന്ന് പറയുന്ന ഒരു ഐക്കണിക്കാണ്. ആ ക്ലാസ് പിന്നെ ആരുമില്ല. GS VSൻ്റെ ഒരു അപ്രീസിയേഷനും അക്സെപ്റ്റൻസും ഉണ്ട്, അവിടെ ഉണ്ട്. ആ. അപ്പം GS ജി സുധാകരന് മുറിവേറ്റു. അദ്ദേഹം ഹർട്ടാണ് മെൻ്റലി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. വാവിട്ട വാക്ക് വലിയ അപകടം വരുത്തി വയ്ക്കും, അത് രാഷ്ട്രീയത്തിലെന്നല്ല ഏത് മേഖലയിലാണെങ്കിലും. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീട്ടിൽ പോയി ചോദിക്കുക എന്ന പ്രസംഗത്തിനിടെ പറഞ്ഞത് വലിയ ചർച്ചയായി. അതിനൊപ്പം തന്നെ തോമസ് ഐസക്, മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ തോമസ് ഐസക് നടത്തിയ കോമാളി പ്രയോഗവും വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്, വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. നമുക്കറിയാം, മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ പരനാറി പ്രയോഗം എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊല്ലത്ത് എന്ന് പ്രേമചന്ദ്രൻ എന്ന RSP നേതാവിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വാവിട്ട പ്രയോഗങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഒപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കളുടെ സാംസ്കാരിക സമ്പന്നതയും. നമ്മോടൊപ്പം ചേരുകയാണ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ L അജിത്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ നേതാക്കൾ എന്ത് സംസാരിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ്. അവർക്കൊക്കെ തന്നെ നമ്മുടെ മനസ്സിൽ വലിയ സ്ഥാനമാണ്. കാരണം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന് നമ്മളെ ഭരിക്കുന്നവർ അല്ലെങ്കിൽ നമ്മുടെ ദാസന്മാരാണ് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് എങ്കിൽ തന്നെ നമ്മളെയൊക്കെ തന്നെ ഭരിച്ച് മുന്നോട്ട് പോകുന്നവർ. പക്ഷേ ചില വാക്കുകൾ, ചില പ്രയോഗങ്ങൾ വലിയ രീതിയിൽ നമുക്ക് ഒരു ഷോക്കായി മാറാറുണ്ട് ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങൾക്ക്. അതുപോലെയാണ് വീട്ടിൽ പോയി ചോദിക്കുക എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രയോഗം. പക്ഷേ PR-ൻ്റെ കാലത്ത് ഇന്ന് അത് ഏതെങ്കിലും തരത്തിൽ ഏശാൻ സാധ്യതയുണ്ടോ? അതിനെയൊക്കെ മറികടന്ന് പോകാനുള്ള പൊടിക്കൈകൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ലിയോ, ഇത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വന്ന ഏറ്റവും അവസാനത്തെ വാക്സാമർത്ഥ്യം കൊണ്ട് പേരെടുത്ത ആളാണ് ശ്രീ പിണറായി വിജയൻ. വാക്സാമർത്ഥ്യം, ഗിഫ്റ്റ് ഓഫ് ദി ഗ്യാപ്പ് ഇംഗ്ലീഷിൽ പറയും. നമ്മൾ കുറച്ച് ലിയോ ഇപ്പോൾ ഇൻട്രോ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് ഫിലോസോഫിക്കലായിട്ട് തത്വശാസ്ത്രപരമായിട്ട് ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കും. ഈ തത്വശാസ്ത്രത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് തർക്കശാസ്ത്രം. ഓക്കെ, അതെ. പുള്ളി എപ്പോഴും തർക്കശാസ്ത്രത്തിൽ നിന്നിട്ടുള്ളൂ, തത്വശാസ്ത്രമില്ല. ശ്രീ പിണറായി വിജയൻ എപ്പോഴും തർക്കശാസ്ത്രത്തിലാണ്. ആര് എന്ത് പറഞ്ഞാലും ഞാൻ ഡിഫെൻസീവിലാണ് എന്നുള്ള രീതിയിൽ ആ മൂഡ് പുള്ളി മാറിയിട്ടില്ല. പുള്ളി പ്രായം ഇത്രയൊക്കെ ആയിട്ടും പുള്ളിക്ക് ആ ഇതിനകത്തുനിന്ന് തർക്കശാസ്ത്രത്തിൻ്റെ മൂഡിൽ നിന്ന് മാറിയിട്ട് തത്വശാസ്ത്ര പ്രായമായില്ലേ, അതെ, 80 വയസ്സ് ആയില്ലേ. അപ്പോൾ അയാൾ തത്വശാസ്ത്രത്തിൻ്റെ ഭാവത്തിലെത്തണ്ടേ? അയാളിപ്പോഴും ഈ തത്വശാസ്ത്രത്തിൻ്റെ ബാലപാഠം എന്ന് പറയുന്ന തർക്കശാസ്ത്രത്തിലാണ് നിൽക്കുന്നത് അദ്ദേഹം. ഞാൻ ഇപ്പോൾ ലിയോയുടെ ഈ ഇൻട്രോ കേട്ടിട്ട് എനിക്ക് ചിന്ത വന്നതാണ്. ഇതിനകത്ത് ഇംഗ്ലീഷിൽ തത്വശാസ്ത്രത്തിൽ തന്നെ കുറേ കോട്ടുകളുണ്ട്. അതിലൊന്ന്, നോ വൺ ക്യാൻ കീപ് വാട്ട് വൺ ഡസ് നോട്ട് ഹാവ്. ഒരുത്തന് മനസ്സിനകത്തുള്ളത് മാത്രമേ അവൻ പുറത്ത് അവനിൽ നിന്ന് വരുള്ളൂ എന്നുള്ളതാണ്. നോ വൺ ക്യാൻ ഗീവ് വാട്ട് വൺ ഡസ് നോട്ട് ഹാവ്. മനസ്സിലായി. ഇനി നിങ്ങളതിനകത്ത് നിങ്ങളുടെ ഇൻട്രോയിൽ ഒരു വാക്ക് പറഞ്ഞു, സംസ്കാരം എന്ന് പറഞ്ഞു. സംസ്കാരം എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നറിയും? കൾച്ചർ ഈസ് ദി എനോബിൾമെൻറ്റ് ഓഫ് ഹ്യൂമൻ നേച്ചർ ബൈ ഹ്യൂമൻ എഫേർട്ട് ഈസ് കോൾഡ് കൾച്ചർ. ഓക്കെ. മനുഷ്യപ്രകൃതിയെ മനുഷ്യപ്രയത്നം കൊണ്ട് കുലീനമാക്കുന്നതാണ് സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പാർട്ടി സെക്രട്ടറിയായിട്ട് 18 വർഷം ഇരുന്നപ്പോൾ അദ്ദേഹം പ്രയോഗിച്ച ഇഡിയംസ്, നമുക്ക് മലയാള സാഹിത്യത്തിൽ മലയാള സംസ്കാര ഭാഷയിലോ സംസ്കാരത്തിലോ ഇല്ലാത്ത കുറേ പ്രയോഗങ്ങൾ ഏതൊക്കെയോ ലെവലിൽ, അല്ലാത്ത ലെവലിൽ മാന്യന്മാരും ഒക്കെ ആയിട്ട് വിരാജിച്ച മനുഷ്യരെയാണ് ഇദ്ദേഹത്തിൻ്റെ സാമർഥ്യം കൊണ്ട് ഇഡിയംസ് ഉപയോഗിച്ച് നിഷ്പ്രഭരാക്കിയത്. അതൊരു പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അതൊക്കെ അന്ന് വിലപ്പോയി. ഓക്കെ, ശരിയാണ്. അന്ന് പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് താങ്കൾ പറഞ്ഞ NK പ്രേമേന്ദ്രനെതിരെ പ്രയോഗിച്ച പരനാറി പ്രയോഗം, പക്ഷെ അവിടെ ആരാണ് സഫർ ചെയ്തത്?
ശ്രീ എം എ ബേബി, ഇന്നത്തെ പാർട്ടി CPM-ന്റെ ജനറൽ അതെ. സെക്രട്ടറി. അദ്ദേഹത്തെ പോലുള്ള ഒരാൾ അവിടെ തോക്കേണ്ടി വന്നത് ഈ ഒരൊറ്റ പരാമർശം കൊണ്ടാണ്. പ്രേമേന്ദ്രൻ, നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു, പ്രേമേന്ദ്രൻ പിന്നെ അവിടെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല, അത് ഈ ഒരു പ്രയോഗം കൊണ്ടാണ്. പക്ഷേ എത്രത്തോളം ഒരു വ്യക്തിത്വത്തെ ടാർണിഷ് ചെയ്തു എന്നുള്ളതാണ് ഉം. അതിൻ്റെ ഫിലോസഫി. അതാണ് ശരിയാണ്. തത്വശാസ്ത്രം അവിടെയാണ്. തർക്കശാസ്ത്രം പുള്ളി ഉദ്ദേശിക്കുന്നത് പുള്ളി ഇൻറ്റൻഷണൽ ആയിട്ടാണ് പറയുന്നതെന്ന് നമുക്ക് വ്യക്തമാണ് ഇപ്പോൾ പോലും. ഇന്റൻഷണൽ ആയിരിക്കാൻ ഇൻറ്റൻഷണലാണ്, സാധ്യതയുണ്ടോ? എല്ലാം ഇൻറ്റൻഷണലാണ്. എല്ലാവരെയും കുറിച്ച് ഈ നമ്മുടെ വയനാട് ഭാഗത്തുള്ള നമ്മുടെ ആർച്ച് ബിഷപ്പിനെ വിളിച്ചില്ലേ, നികൃഷ്ട ജീവി എന്ന് വിളിച്ചത്, അതുപോലും പർപ്പസ്ഫുള്ളാണ്. കാരണം അത് ക്രിസ്ത്യാനികൾക്ക് അറിയാൻ പറ്റും എന്താണ് ആ പ്രയോഗത്തിന് പ്രത്യേകിച്ച് കാരണം എന്താണെന്ന്. കാരണം അയാളെ മത്തായി ചാക്കോ അല്ലേ, ഉം. അദ്ദേഹത്തെ അടക്കം ചെയ്യാൻ സമയത്ത് കൂടി നിന്ന വിശ്വാസികൾ ആരോ ചോദിച്ചു, ഇദ്ദേഹം അന്ത്യകൂദാശ ലാസ്റ്റ് സാക്രമെൻറ്റ് സ്വീകരിച്ചതാണോ എന്ന് ചോദിച്ചു. അതൊക്കെ ചെയ്തിരുന്നു. അത് ഇദ്ദേഹം കേൾക്കുകയാണെന്ന് പറഞ്ഞത്. അതൊക്കെ ലാസ്റ്റ് സാക്രമെൻറ്റൊക്കെ. അപ്പോഴാണ് ഈ നികൃഷ്ട ജീവി പ്രയോഗം പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. അപ്പോൾ ഇത്തരത്തിൽ ഇത് ഇപ്പോൾ ഈ പറഞ്ഞത് ഇത് ഫിലോസഫിയിൽ എത്തേണ്ട പ്രായമായില്ലേ. ഞാൻ 60 വയസ്സ് കഴിഞ്ഞു. ലിയോയ്ക്ക് അത്രയൊന്നും ആയില്ലെങ്കിലും ലിയോയ്ക്കും ഫിലോസഫി എത്താൻ പ്രായമായിട്ടുണ്ട്. അതിൻ്റെ തർക്കശാസ്ത്രത്തിൽ നിൽക്കേണ്ടതല്ല, കുറച്ചുകൂടെ ഔന്നത്യം അതെ. ചിന്തയിൽ, പെരുമാറ്റത്തിൽ, പ്രവൃത്തിയിൽ ഒക്കെ വരാൻ ഉള്ള പ്രായം എത്തി. ഇതേ സംഭവം ഒരു കമ്പാരിസൺ നടത്തുന്നുണ്ട് കോൺഗ്രസ്സുകാർ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ. പണ്ട് ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വളരെ സമാനമായിട്ടുള്ളൊരു സംഭവം അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴുണ്ടായിട്ടുണ്ട്. ഉം. അതിനെ അദ്ദേഹം വളരെ സരസമായിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. ചിരിച്ചുകൊണ്ട് വളരെ ലളിതമായി വളരെ പക്വതയോടുകൂടി ഹാൻഡിൽ ചെയ്തു. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് മറുപടി പറഞ്ഞത്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ വിശ്വാസികൾക്ക് പോലും ഇത് വേണ്ടായിരുന്നു എന്നൊരു ചിന്ത ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. അല്ലല്ലയോ, ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ, ഇഡിയംസ് പോലും, അത് പുള്ളിക്ക് മാത്രം സ്വന്തവും പുള്ളിക്ക് മാത്രം വഴങ്ങുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോ വൺ ക്യാൻ ഗീവ് വാട്ട് വൺ ഡസ് നോട്ട് ഹാവ്. ഉള്ളിൽ ഈ സ്ട്രീറ്റ് സ്മാർട്ട്നെസ് ഉണ്ട്, ഈ തർക്കശാസ്ത്രം ഉള്ളിൽ കിടക്കുകയാണ്. പുള്ളി ആ ഡിഫെൻസീവ് മൂഡിലാണ് എല്ലാத்தைയും കൈകാര്യം ചെയ്യുന്നത്. അതിന് ഔന്നത്യം വരണം. നേരത്തെ ഉമ്മൻചാണ്ടി അതെ. ചെയ്തതുപോലെ ഇത് വരുന്നുവെങ്കിൽ ആ ഫിലോസോഫിക്കൽ സ്റ്റേജിൽ വളരണം, മനസ്സ് വളരണം. അതാണ് ഫിലോസഫി എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ ബാലപാഠത്തിൽ നിൽക്കുകയാണ്. അല്ല, ഇത് ബോധപൂർവം പറഞ്ഞിരിക്കാനുള്ള സാധ്യത, അങ്ങ് പറഞ്ഞു ബോധപൂർവം പറഞ്ഞിരിക്കാനായ സാധ്യത. ഞാൻ ഇപ്പോഴത്തെ ഈ മെനഞ്ഞാന്ന് നടന്ന സംഭവത്തെ അല്ല ഞാൻ ബോധപൂർവ്വം പരനാറി പ്രയോഗമാണ്. പരനാറി പ്രയോഗം ഉൾപ്പെടെയുള്ള മറ്റു കാര്യം, നികൃഷ്ട ജീവി പ്രയോഗം. GS-നെ കുറിച്ച് പറഞ്ഞത് ചെറ്റത്തരം എന്ന് പറഞ്ഞത് പോലും അത് പുള്ളിയുടെ ഉള്ളിൽ നിന്നുള്ളതാണ്. പുള്ളിക്ക് മറ്റു വാക്കുകൾ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ പരസ്യമായിട്ട് പറയുമ്പോൾ നമുക്ക് പോലും ഇത് പറയാൻ പാടുണ്ടോ? നമുക്കിങ്ങനെ ഒരു സ്റ്റേജിലിരുന്ന്, എനിക്കും ലിയോയ്ക്കും ജേർണലിസ്റ്റുകളായതുകൊണ്ട് ഇത് ആവർത്തിക്കാൻ പോലും നമുക്ക് വൈക്ലഭ്യമുണ്ട്. സാർ, ഈ ചെറ്റത്തരം എന്നുള്ള പ്രയോഗത്തിൻ്റെ ഒരു വശം കൂടി നോക്കേണ്ടതുണ്ട്, ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വശം കൂടി. കാരണം ഈ ചെറ്റത്തരം എന്ന് പറയുമ്പോൾ, ചെറ്റ എന്ന് പറയുമ്പോൾ ആ ഓലമേഞ്ഞ കുടിലിൽ താമസിക്കുന്ന അതിനെ GS അതിനെ ആ ഒരു രീതിയിലേക്ക് അതിനെ വിമലീകരിച്ചതാണ്. പുള്ളിയുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് പുള്ളി അതിനെ വിമലീകരിച്ചെടുത്ത്. പുള്ളി MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറുകാരനാണ്, അത്യാവശ്യം മലയാളം നന്നായിട്ട് എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇദ്ദേഹം ഉദ്ദേശിച്ചത് അതല്ല. നിലവാരമില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ്, സംസ്കാരമില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇദ്ദേഹം ഉപയോഗിച്ച ആ വാക്കിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം. അതിനെ പുള്ളി കുറച്ചുകൂടി വിമലീകരിച്ച് പുള്ളിയുടെ നിലവാരത്തിലേക്ക് അതിനെ മാറ്റി എന്നേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോരുത്തർ കൈകാര്യം ചെയ്യുന്ന അവരവരുടെ മാനസികാവസ്ഥ അനുസരിച്ച്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള, അതായത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇതിപ്പോൾ പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്ര വോട്ട് കിട്ടും, എത്ര വോട്ട് നഷ്ടപ്പെടും എന്നുള്ളതാണല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ കാണേണ്ടത്. ഇത് ഏതെങ്കിലും തരത്തിൽ ആ പരനാറി പ്രയോഗത്തിനെ പോലെ തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, ചെറ്റത്തരമാണെങ്കിലും ഇല്ല. ചെറ്റത്തരം അവിടെ ചിലപ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അമ്പലപ്പുഴയിൽ GS-ന് അനുകൂലമാകും ആ പ്രയോഗം. പിന്നെ പുള്ളി അതിന് കൊടുത്ത പ്രതികരണവും വളരെ വളരെ എന്താ പറയുക, സ്റ്റാൻഡേർഡ് ഓഫ് റൈറ്റസ്നെസ് എന്ന് പറയും, അതും ഫിലോസഫിയിൽ വരുന്നതാണ്. എന്താ അതിന് പറയുക, സ്റ്റാൻഡേർഡ് ഓഫ് റൈറ്റസ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു 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 നീതിബോധം, നീതി നിലവാരം. ആ നിലവാരം പുള്ളിക്കുള്ള നിലവാരം വെച്ചാണ് പുള്ളി അതിനെ ഞാൻ ചെറ്റക്കുടിയിൽ വളർന്നു എന്നൊക്കെ പറഞ്ഞതിനെ അതിൻ്റെ നിലവാരം മാറ്റിയത്. അതർവൈസ് ഈ പൊതുസമൂഹത്തിൽ ഇപ്പോൾ 140 മണ്ഡലത്തിലും ഈ ഇദ്ദേഹത്തിൻ്റെ ഈ പദപ്രയോഗം, ഇപ്പോൾ പ്രസൻറ്റ് പദപ്രയോഗങ്ങൾ എത്രത്തോളം
എൻകാഷ് ചെയ്യാൻ യു ഡി എഫിന് പറ്റുമെന്നുള്ളതല്ല. കാരണം അത് ഡിസ്കസ് ചെയ്യാൻ പ്രയാസമാണ്. ഓക്കെ. അത് ഒരു 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 കുലീനമെന്ന് പറയുന്ന ഒരു സംസ്കാരം കേരളത്തിൽ അത് ഡിസ്കസ് ചെയ്യാൻ പ്രയാസമാണ്. ഓക്കെ. എതിർ ചേരിയിലുള്ളവർക്ക് പോലും പ്രയാസമാണ്. വെറാസ് അത് ഇവർക്ക് ഇഷ്ടവുമായിരിക്കും. സി പി എമ്മാർക്കും പിണറായിയുടെ സ്റ്റൂജ് എന്ന് പറയും അവരുടെ പിണിയാളുകൾക്കും അത് താല്പര്യമായിരിക്കും. അവർക്കത് വഴങ്ങും. പക്ഷെ അത് മറ്റു പ്രതിപക്ഷത്തിനോ ഒരു നിലവാരമുള്ള പൊതുസമൂഹത്തിനോ അത് ചേർന്നതല്ല. പക്ഷെ അങ്ങേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്ന് സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഏറ്റവും വളരെ ഏറെ ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. അത് ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിൽ തന്നെയും, ഇൻസ്റ്റ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും, ഇതെല്ലാം തന്നെ ഇന്ന് രാഷ്ട്രീയക്കാർ വളരെ എപ്പോഴും യഥേഷ്ടം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അത് സംഭവമായിട്ട് മാറി. പബ്ലിക് ഒപ്പീനിയൻ അറിയാൻ വേണ്ടിയുള്ള ഒരു സ്കെയിലാണത്. അപ്പം അതിലൂടെ ഇത് പ്രചരിക്കുന്നുണ്ട്. അല്ല അതുകൊണ്ട് തന്നെ ലിയോ പറഞ്ഞിടത്ത് ഒരു സംഭവമുണ്ട്. ഒരു ആ. അനുകൂലമായൊരു പോയിന്റ് ഉള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് ഇദ്ദേഹം തന്നെ എല്ലാ മണ്ഡലങ്ങളിലും പ്രചരണത്തിന് ഇറങ്ങണം എൽ ഡി എഫിന് വേണ്ടി എന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. പൊതുസമൂഹം സെക്കുലറായ ഒരു സമൂഹം ആഗ്രഹിക്കുന്നത് ഇദ്ദേഹം ഇറങ്ങിയാൽ ആ. കുറേ വോട്ട് സി പി എമ്മിന് പോയി കിട്ടും. അതാണ് ആ ഒരു രീതിയിൽ അത് അല്ല, അതിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു തലമുണ്ടോ? അതായത് ഒരു നിരീക്ഷണം വന്നിട്ടുള്ളത്, ഇടതുപക്ഷ വിശ്വാസികൾ തന്നെ ആഗ്രഹിക്കുന്നു ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കണം, അല്ലെങ്കിൽ അതുണ്ട്. അതും ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ അല്ല, സാധിക്കും. അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത്. ഉം. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇദ്ദേഹം തന്നെ ക്യാപ്റ്റനായിട്ട് നിന്നാൽ മതി. ഇദ്ദേഹം ഓക്കെ. ഇപ്പോൾ സി ജെ പിയുടെ ക്യാപ്റ്റനായിട്ട് നിൽക്കട്ടെ. CJP സി ജെ പി അതെന്താണ് അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി. കാരണം നമ്മൾ ഇതേ ഫ്ലോറിൽ ഒരിക്കൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഏതാണ്ട് എനിക്ക് ബി ജെ പി കേന്ദ്രത്തിൽ നിന്നും സമുന്നതനായിട്ടുള്ള ഒരു സെക്രട്ടറി തലത്തിലുള്ള ഒരാൾ പറഞ്ഞതാണ് 10 സീറ്റാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് സി പി എമ്മിനോട്. CPM-നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 10 സീറ്റ് ഞങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി തരിക. ഇപ്പോൾ ഉം. പാർലമെൻറ്റ് തൃശ്ശൂർ പാർലമെൻറ്റ് കൊടുത്തതുപോലെ, തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടപ്പെടുത്തിയതുപോലെ 10 സീറ്റ് ഞങ്ങൾക്ക് 140-ൽ 10 സീറ്റ് ഞങ്ങൾക്ക് അനുഗുണമായിട്ടുള്ള രീതിയിലേക്ക് നിലപാടെടുക്കണം. ഞങ്ങളത് 5 മുതൽ 7 സീറ്റ് ഞങ്ങൾ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും കൂടെ മത്സരിച്ച് ജയിച്ചോളാം. ഇതാണ് അവരിൽ നിന്നും അവരുടെ ശരിക്കുള്ള അകത്തളത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി പറഞ്ഞു കേട്ടതാണ്. എന്നോട് വ്യക്തി സ്വാതന്ത്ര്യം കൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ മാധ്യമപ്രവർത്തകർക്കെല്ലാം പാർട്ടിയിൽ നേതാക്കന്മാർ പലരോടും ബന്ധമുണ്ടല്ലോ. ആ ഒരു ബന്ധത്തിൻ്റെ സൗഹൃദത്തിൽ പറഞ്ഞാണ്. ആളുകളെയൊന്നും ചോദിക്കില്ല, പറയില്ല. അല്ല, ഇപ്പോൾ എന്നിട്ട് ഇത് നമ്മൾ 2 മാസത്തിന് മുമ്പേ പറഞ്ഞതാണ്. ഇപ്പോൾ അതെ, ഇതേ അതെ. ഫ്ലോറിൽ ഡിസ്കസ്. പക്ഷേ മെനഞ്ഞാന്ന് വി ഡി സതീശൻ പറഞ്ഞില്ലേ 10 സീറ്റിലാണ് ധാരണ നടന്നിരിക്കുന്നത്. ഓക്കെ. അല്ല, ആ ഒരു ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും അന്വേഷിച്ചു, കുറേയേറെ ആൾക്കാരോട് സംസാരിച്ചു. അപ്പോൾ അതായത് BJP അനുകൂലിക്കുന്നവർ പറയുന്നത് അതിന് അടിസ്ഥാനമില്ല. അവർ പറഞ്ഞത് ഇതിപ്പോൾ കോൺഗ്രസ് പരാജയഭീതി മൂലം പറയുന്നതായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെ ആയിരിക്കാം. അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾ CPM-മായി ധാരണയുണ്ടാക്കുമെന്ന്? അത് ഈ 80s 90s ഈവൻ ലേറ്റ് 90s വരെയുള്ളൊരു ചിന്ത അങ്ങനെയായിരുന്നു. സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരിക്കലും ഒരു ജന്മശത്രുക്കളാണ്, ആജന്മശത്രുക്കളാണ്. ആ കാലഘട്ടമൊക്കെ മാറി. പിണറായി വിജയൻ പാർട്ടിയുടെ സെക്രട്ടറിയായി ഉയർന്നതോടുകൂടി ആ ഇക്വേഷനൊക്കെ മാറി. അതെല്ലാം മാറി. ആ ഇക്വേഷൻ മാറി. ഇപ്പോൾ അല്ല, അത് പറഞ്ഞ് ഒരു സെൻറ്റൻസ് കൂടെ ഇപ്പോൾ ബി ജെ പിക്കാരും സംഘപരിവാർ സംഘടനകൾ ബി ജെ പിക്കാരും ആസ്വദിക്കുന്നതും ആഘോഷിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന പോലെ സി പി എമ്മാർ പോലും സന്തോഷിക്കുന്നില്ല. അല്ലെങ്കിൽ സി പി എമ്മുകാർ എൽ ഡി എഫിലെ സി പി എമ്മുകാർ ആഘോഷിക്കുന്ന അതേ അറ്റ്പാർ ലെവലിലും അറ്റ്പാർ സ്റ്റാൻഡേർഡിലുമാണ് സംഘപരിവാർ സംഘടനകളും ഇവിടെ കേരളത്തിൽ ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് സി ജെ പി ലീഡർ എന്ന് ഇപ്പോൾ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. അല്ല, അത്തരത്തിൽ ഉള്ള ഒരു പ്രചാരണത്തിലൂടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലൂടെ എന്തായിരിക്കും നേട്ടം? അത് ചിലപ്പോൾ വ്യക്തിപരമാണോ അതോ പാർട്ടിപരമാണോ? വ്യക്തിപരമാണ്. പാർട്ടിക്ക് ഒരു താല്പര്യമില്ല. അതുകൊണ്ടാണ് ലിയോയ്ക്ക് ഒരു മാർക്ക് കൂടി നിൽക്കുന്നത്. ഇത് പാർട്ടിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഉണ്ടാവില്ല. ഉം. ഇത് വ്യക്തിപരമാണ്, പുള്ളിയെ സംബന്ധിച്ചാണ്. ഇത് സി പി എമ്മിനെ നയിക്കുന്ന, ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആൾ പാർട്ടി മുഖ്യമന്ത്രിയായി. ഇപ്പോൾ പാർട്ടി എന്ന് പറയുന്നത് പുള്ളിയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഭരണവും പുള്ളിയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പുള്ളിക്ക് നേട്ടം ഉണ്ടാക്കുക. പുള്ളിക്ക് എന്ത് നേട്ടം എന്നുള്ളത് നമ്മളിനിയും ആവർത്തിച്ചാൽ ഒരുപാട് അത് ക്ലീശയായി കഴിച്ചു. കാരണം ഓക്കെ. അത് തെളിവുണ്ടോ എന്ന് ചിലപ്പോൾ ചിലർ ചോദിക്കും. തെളിവ് എന്താണ്? തെളിവിരിക്കുന്നത് നടപടിയെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരല്ലേ. അദ്ദേഹത്തിനെതിരെ പിന്നെ നമ്മൾ വെറുതെ ആക്ഷേപമല്ലല്ലോ റിപ്പോർട്ട് ചെയ്തത്. എയർപോർട്ടിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി പ്രിവിലേജ് ബാഗേജിൽ
റിവേഴ്സ് ഹവാല ഡോളർ കൈമാറ്റം ചെയ്തു. ഇതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു. വെറുതെ ആരെങ്കിലും വിളിച്ച് ഫോണിൽ പറഞ്ഞ് നമ്മൾ റിപ്പോർട്ട് ചെയ്തു. എന്നിട്ട് എന്താ തെളിവ് നടപടി എടുക്കാത്തെന്താ? അതാണ് ഈ പറഞ്ഞ CJP ആകുന്നത്. അതുകൊണ്ടാണ് ഈ ഓരോ ബൈ ഇലക്ഷൻ പോലും ഇദ്ദേഹത്തിന് ഞെട്ടലാണ്. ക്ലിഫ് ഹൗസിൽ ഞെട്ടലാണ്. അദ്ദേഹത്തിന് അസ്വസ്ഥതയാണ്. കാരണം അവിടെ നിന്ന് അമിത്ഷായെ പോലുള്ള ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ അദ്ദേഹത്തിന് ഒരുപാട് വഴങ്ങേണ്ടി വരും പല കാര്യങ്ങൾക്കും പല രീതിയിലും. അപ്പോൾ പുള്ളി മാത്രം വഴങ്ങി, പുള്ളിയാണല്ലോ ഭരിക്കുന്നത്. പുള്ളിയാണ് പാർട്ടിയിലെ മറ്റെല്ലാവരെയും നിയന്ത്രിക്കുന്നത്. ഈ വഴങ്ങേണ്ടി വരുന്നത് തല കക്ഷത്തിലായതുകൊണ്ടാണ്. അല്ലേ, സ്ഥലം മാത്രമാണോ? കുടുംബം അടക്കമല്ലേ? കുടുംബം അടക്കമല്ലേ, ഒറ്റയ്ക്കല്ലല്ലോ. പുള്ളിക്കങ്ങനെ ഒറ്റയ്ക്ക് ലല്ലു പ്രസാദ് യാദവിനെ നമ്മൾ അവിടെയാണ് ലല്ലു പ്രസാദ് യാദവിനെ അറിയാതെ സ്മരിച്ചു പോകുന്നത്. ഇത്രയധികം കൊടിയ ടോർച്ചർ ഉണ്ടായിട്ടും പുള്ളി വഴങ്ങിയിട്ടില്ല BJPക്ക്. ജയിലിൽ എത്ര കാലമായിട്ട് കിടക്കുന്നു, വഴങ്ങിയിട്ടില്ല. ഇപ്പോഴും പുള്ളിക്കെതിരെയുള്ള കോടതി വിധികൾ വരുന്നു. പുള്ളി വഴങ്ങിയിട്ടില്ലല്ലോ. പുള്ളി ആ കാലത്ത് അന്ന് അദ്വാനിയെ ഈ രഥയാത്രയ്ക്ക് തടഞ്ഞ അതേ മൂഡ് തന്നെയാണ് ഇപ്പോഴും. പുള്ളി വഴങ്ങിയിട്ടില്ല. ഓക്കെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഒരു സെക്യുലർ, അയാളൊരു സോഷ്യലിസ്റ്റാണ്. അയാൾ ഈ കമ്മ്യൂണിസം ഫേക്ക് മാർക്സിസവും കമ്മ്യൂണിസവും ഒന്നും അയാൾ പറയുന്നില്ല. അയാൾ സോഷ്യലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അയാൾ നല്ല വിശ്വാസിയാണ്, ഹിന്ദു വിശ്വാസിയാണ്, പക്ഷേ സോഷ്യലിസ്റ്റാണ്. ഇവിടെ അതല്ല. ഇവിടെ മാർക്സിസവും കമ്മ്യൂണിസവുമാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ചോരെഴുത്തിലെങ്കിലും ഉണ്ടല്ലോ CPM. ഓക്കെ. പ്രവൃത്തിയിലുണ്ടോ? ഈ 10 വർഷത്തെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കും. 10 വർഷത്തെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഈ ഒരു ചെറുപ്പക്കാരൻ എന്തോ പൊതു സമ്മേളനത്തിന് പൊതുവേദിയിൽ നിന്നൊക്കെ അദ്ദേഹത്തോട് എന്തോ സംശയം ചോദിച്ചു. അത് അദ്ദേഹം പിന്നീട് വിശദീകരിച്ചത് ആ സമയത്ത് തന്നെ നേരത്തെ ഉമ്മൻചാണ്ടി ചെയ്തതുപോലെ തന്നെ പുള്ളിക്കും ചെയ്യാമായിരുന്നല്ലോ. ഇവിടെ ചോദ്യോത്തരവേളയൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇങ്ങനെ നമ്മൾ പൊതുവേദിയിൽ പ്രസംഗിക്കുമ്പോൾ ചോദ്യം ആരും ചോദിക്കാറില്ല. അത് അവിടെ തീർന്നതിൽ പുള്ളി എനോബിൾഡ് ആകില്ലേ? ഞാൻ പറഞ്ഞില്ലേ, കൾച്ചർ ഈസ് ദ എനോബിൾമെൻറ്റ് ഓഫ് ഹ്യൂമൻ നേച്ചർ ബൈ ഹ്യൂമൻ എഫേർട്ട്. അത് ഉള്ളെന്ന് വരണം. അത് സഹവർത്തിത്വത്തിൽ നിന്ന് വരണം. ഓക്കെ. അത് ജീവിത നിരീക്ഷണങ്ങളിൽ നിന്ന് വരണം, ജീവിത അനുഭവത്തിൽ നിന്ന് വരണം. അത് വരുന്നില്ല ഇപ്പോഴും പുള്ളിക്കിപ്പോഴും പുള്ളി ആരെല്ലാം ശത്രുക്കളായിട്ട് കാണുകയാണ്. സർവ പ്രപഞ്ചത്തിലെ എല്ലാവരെയും. അത് ആര് തന്നെ ഏത് രീതിയിലുള്ള ഏത് നിലവാരത്തിലുള്ള ഏത് വ്യക്തിത്വമുള്ള മനുഷ്യനെയാണെങ്കിലും പുള്ളി ഡിഫെൻസീവായിട്ടേ കാണുള്ളൂ. ഓക്കെ. അത് പുള്ളിയുടെ ഒരു നേച്ചറാണ്. Okay. അതിനെ കൺസീഡ് ചെയ്ത് കൊടുക്കാൻ. കാരണം ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ EMS നെ കൂടെ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുത്തനാണ്. അതിനുശേഷം VSും നായനാരും VSും ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ. നമ്മളിപ്പോൾ അവരെയൊക്കെ കാണുന്നു. നമുക്കൊരു ഐക്കണാണ് EMS എന്ന് പറയുന്നത്. അതിനുശേഷം വന്ന മറ്റേ നായനാരെയോ അച്യുതാനന്ദനെയോ ആരും നമ്മൾ ഐക്കണെന്ന് പറയുന്നില്ല. EMS എന്ന് പറയുന്ന ഒരു ഐക്കണിക്കാണ്. ആ ക്ലാസ് പിന്നെ ആരുമില്ല. പിന്നെ ഇന്ന് ഡോക്ടർ ഐസക്കിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു. അത് ഒരിക്കലും നമുക്കൊക്കെ ഡിസ്ഹാർട്ടനിങ് ആണ്. ഡോക്ടർ ഐസക്കിൻ്റെ ഒരു നിലവാരവും അദ്ദേഹത്തിൻ്റെ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു സാംസ്കാരികതയും അദ്ദേഹത്തിന് ചേർന്നതല്ല. അദ്ദേഹം ഈ രമേശ് പിഷാരടിയെ കോമാളി എന്ന് വിശേഷിപ്പിച്ചു. പക്ഷേ അയാൾ ഉടനെ തിരുത്തി എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ നല്ലൊരു കാര്യം. അത് നല്ലൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഔന്നത്യം. ബട്ട് പീപ്പിൾ നെവർ എക്സ്പെക്ട്സ് ഹിം ടു സ്പീക്ക് ലൈക്ക് ദാറ്റ്. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഓക്കെ. അത് മനസ്സിലാക്കണ്ടേ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ഒരു കാര്യം പറയുമ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടി സാർ ഇരിക്കുന്ന സമയത്ത് ഈ സോളാർ വിവാദം സഭയിൽ വന്ന് പ്രതിപക്ഷം പ്രക്ഷോഭങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കുമ്പോൾ വാക്കൗട്ടിന് വേണ്ടി എഴുന്നേക്കുന്നു സീനിയേഴ്സായിട്ടുള്ള CPM മറ്റ് നേതാക്കന്മാർ ഘടകകക്ഷികൾ സംസാരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സാറ് പലതവണ നിയമസഭ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം. ആ കാലഘട്ടത്തിൽ ഈ സോളാർ വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളവർക്കറിയാം. ഡോക്ടർ ഐസക്കിനും സഖാവ് ബേബിക്കും അഭിപ്രായമുണ്ടോ? അദ്ദേഹം പേരെടുത്ത് ചോദിക്കും. ഇവർ വാക്കൗട്ടും പ്രക്ഷോഭത്തിനും വേണ്ടി ഒച്ചയുണ്ടാക്കുമ്പോൾ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഉമ്മൻചാണ്ടി സാർ അവിടെ ഇരുന്ന് ചോദിക്കും, ഡോക്ടർ ഐസക്കിനും ശ്രീ ബേബിക്കും ഈ അഭിപ്രായമുണ്ടോ? അവരപ്പം സ്വിച്ചിട്ടതുപോലെ അവിടെ ഇരിക്കും. കാരണം ഇത്തരത്തിലുള്ള മലീമസമായ കാര്യങ്ങൾ, ആക്ഷേപങ്ങൾ ഉയർത്താൻ നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത്രേ ഉള്ളൂ. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഒരു കൾച്ചർ സാംസ്കാരികമായിട്ട് നിങ്ങൾക്ക് ഒരു വില കൽപ്പിക്കുന്നുണ്ട്, പ്രതിപക്ഷത്തൊരാളാണെങ്കിൽ മറ്റൊരു ആളാണെങ്കിൽ എന്നുള്ള രീതിയിലാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. അതാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഐസക്കിന് നമുക്ക് അത് ചേർന്നതല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ. ഇതിപ്പോൾ എന്തായാലും ചെറ്റത്തരം പ്രയോഗം
തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചേക്കാം എന്ന് അങ്ങ് സൂചിപ്പിച്ചു. അല്ല അത് ഈ അതാണ് അത് ഈ പറഞ്ഞ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അത് വല്ലാത്ത രീതിയിൽ അത് പ്രചരിക്കുന്നുണ്ട്. അതെ. അത് പ്രചരിക്കുമ്പോൾ ഇദ്ദേഹം ഈ CJP ക്യാപ്റ്റനായിട്ട് ഇറങ്ങുമ്പോൾ അത് UDFന് ഗുണം ചെയ്യും. ഓക്കെ. ഞാൻ ഒരു കാര്യം ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. അതുകൊണ്ട് അത് ചോദിക്കാം. ജി സുധാകരൻ അദ്ദേഹം പറഞ്ഞത് കൃഷ്ണപിള്ള സ്മാരകം നമുക്കറിയാം ഈ വാക്കുകളുടെ കാര്യത്തിൽ ഉം. ഈ സാംസ്കാരികമായി ഔന്നത്യം നമുക്ക് അർഹിക്കുന്ന വാക്കുകളിലൂടെ ജനശ്രദ്ധ ആകർഷിക്കുന്ന നേതാക്കളൊക്കെ ഉണ്ട്. ചില രീതിയിലുള്ള സംസാരത്തിലൂടെ ജനങ്ങളുടെ മനസ്സിൽ അപ്രീതിക്ക് പാത്രമായിട്ടുള്ള നേതാക്കളുമുണ്ട്. ഉണ്ട് ഉണ്ട്. സജി ചെറിയാനെ നമുക്ക് ഏത് ഗണത്തിൽപ്പെടുത്തണം എന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ ജി സുധാകരൻ കുറച്ച് മുൻപ് പറഞ്ഞത് ഒരു കാര്യം, കൃഷ്ണപിള്ള സ്മാരകം തകർത്ത ഒരു സംഭവം ഉണ്ടല്ലോ ആലപ്പുഴയിൽ. അതെ. അത് സജി ചെറിയാൻ്റെ അറിവോടുകൂടിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നത്തെ പാർട്ടി ജില്ലാ അതെ. സെക്രട്ടറി. ആ പാർട്ടി നേതൃത്വം അദ്ദേഹത്തിനെതിരെ അന്വേഷണം വേണ്ട എന്നും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതും ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി. ഇതൊക്കെ ആലപ്പുഴയിലെ ജനങ്ങൾ ഈ സംസ്കാരം അല്ലെങ്കിൽ സംസ്കാര സമ്പന്നത ഈ വിഷയങ്ങളൊക്കെ അവർ കൃത്യമായി പരിഗണിച്ചായിരിക്കുമോ മുന്നോട്ട് പോവുക എന്നാണ് തോന്നുന്നത്? എന്താണ് അവിടെ നിന്നുള്ള ഒരു പൾസ് എന്താണ്? തീർച്ചയായിട്ടും അത് നമ്മൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ച നമ്മുടെ ഇതേ ഫ്ലോറിൽ നമ്മളിത് പറഞ്ഞു. GSന് VSൻ്റെ ഒരു അപ്രീസിയേഷനും അക്സെപ്റ്റൻസും ഉണ്ട്, അവിടെ ഉണ്ട്. ആ. അപ്പം GSന് ജി സുധാകരന് മുറിവേറ്റു, അദ്ദേഹം ഹർട്ടാണ് മെൻ്റലി. അത് ജനങ്ങൾ വൈകാരികമായിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അവിടുന്ന് പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് ഈ അകമഴിഞ്ഞ പിന്തുണ കൊടുക്കുമ്പോൾ ഈ പിണറായിയുടെ ചെയ്തികളെയും ആലപ്പുഴ ജില്ലയുടെ മൊത്തത്തിലും സംസ്ഥാന വ്യാപകമായിട്ട് അദ്ദേഹം സ്റ്റേറ്റ് കമ്മിറ്റി അംഗമൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ രീതിയിൽ പിണറായിക്ക് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ പിണറായിക്ക് ശേഷം വരുന്ന അധികാരികൾക്ക്, പാർട്ടിയുടെ അധികാരികൾക്ക് മറുപടി കൊടുക്കാൻ GS യോഗ്യനാണ്. അപ്പോൾ പുള്ളിയുടെ ഭാഷയിൽ പുള്ളി അത് മറുപടി കൊടുക്കും. ഓക്കെ. അപ്പോൾ ഇവരുടെ ഉദ്യമം കുറയും. UDFൻ്റെ നേതാക്കന്മാർക്ക് ഒരുപാട് തലപോക്കേണ്ടി വരില്ല. അവർക്ക് ഇദ്ദേഹത്തെ പോലൊരു മാന്യനെ കിട്ടി എന്നുള്ളതാണ്. അല്ല, ചിലരൊക്കെ പറയുന്നത്, ഇടതുപക്ഷത്തിലുള്ളവർ പറയുന്നത് ഈ UDF കരുതി വേണം അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാൻ. ഇല്ല. സുധാകരൻ പിന്നീട് അങ്ങനെയൊന്നും സുധാകരൻ അങ്ങനെ ഒരു മോശം നിലപാടിലേക്ക് മാറില്ല. സുധാകരൻ ഇനിയിപ്പോൾ UDFനെ ഏതെങ്കിലും രീതിയിൽ ഗട്ടറിലിട്ടുകൊണ്ട് പോകും എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെ അദ്ദേഹം ചെയ്യില്ല. പ്രത്യേകിച്ച് സ്ഥാനമാനങ്ങളുടെ അല്ല, അദ്ദേഹത്തിന് ഈ ഒരു ഏജിൽ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഓൾസോ കുഡ് ബി ട്രീറ്റഡ് അറ്റ് പാർ വിത്ത് പിണറായി വിജയൻ ഫോർ എക്സെപ്ഷൻസ്. അതാണ് പുള്ളി പ്രതീക്ഷിച്ചത്. അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, പുള്ളിയോട് കൂടിയാലോചന പോലും നടത്തിയിട്ടില്ല. പുള്ളിയെ ഒരു സീനിയർ പാർട്ടി പ്രവർത്തകൻ, ലീഡർ എന്നുള്ള നിലയ്ക്കുള്ള പരിഗണന പോലും കൊടുത്തില്ല. അതാണ് പുള്ളിയെ ഇത് ചെയ്തിരിക്കുന്നത്, വേദനിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ. ഇതിപ്പോൾ നമ്മളിപ്പോൾ പാർട്ടി കൾച്ചറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു. ഈ കാര്യങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വരും എന്ന് സംസാരിച്ചു. അപ്പോൾ അതിനിടയിലാണ് CPM-ഉം BJP-യും തമ്മിൽ, അല്ലെങ്കിൽ പിണറായി വിജയനും BJP-യും തമ്മിൽ ധാരണയുണ്ട് എന്ന് ഒരു കാര്യം അങ്ങ് പറയുന്നത്. ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്, യാതൊരു സംശയവുമില്ല. ഇത്തരത്തിൽ ഉള്ള ഒരു ഡീലിന് പിണറായി വിജയൻ നിർബന്ധിതനായതായിരിക്കുമോ, അതോ രണ്ട് കൂട്ടരും കരുതി കൂട്ടിയെടുത്ത തീരുമാനമായിരിക്കും? ഇല്ല, പിണറായി വിജയൻ യാദർച്ഛികതയല്ല, പുള്ളിയുടെ പ്രവൃത്തി ഗുണം കൊണ്ട് പുള്ളിക്ക് അങ്ങനെ വഴങ്ങേണ്ടി വന്നു. ഇതിപ്പോൾ പാർട്ടി അറിഞ്ഞിട്ടല്ലല്ലോ ഈ സ്വർണ്ണക്കടത്തും ഡോളർ റിവേഴ്സ് ഹവാല നടത്തിയതും മകളുടെ പേരിൽ CMRLന് നോക്കുകൂലി, മന്ത്ലി നോക്കുകൂലി, അതാണ് നമ്മളെല്ലാം മാസപ്പടി എന്ന് പറയുന്നത്, മന്ത്ലി നോക്കുകൂലിയായി. ഇതൊക്കെ തെളിയിച്ചിട്ടുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അല്ല, ഇതാണ് തെളിയിക്കാൻ പറ്റാത്തതാണ് ഈ കാരണം. നടപടി എടുക്കേണ്ട ആരാണ്? ഒരു സർവാധിപനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, ഫെഡറൽ സംവിധാനത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ നടപടി എടുക്കേണ്ട കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാർ ഏജൻസികളാണ് ഇത് അന്വേഷിക്കുന്നത്. അവരാണ് ഇതിൻ്റെ തെളിവുകൾ പുറത്തു കൊണ്ടുവരേണ്ടത്. ഇത് ഞാനും ലിയോയും റിപ്പോർട്ട് ചെയ്തത് വെറുതെ അല്ലല്ലോ. നമുക്ക് അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത്തരം നാഷണൽ സെക്യൂരിറ്റിയുടെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്കങ്ങനെ ഊഹാപോഹം വെച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ഏതെങ്കിലും നേതാവിനെയോ ഏതെങ്കിലും സ്ഥാനത്തിരിക്കുന്ന ആളുകളെ മോശമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും? അല്ല, നമുക്കറിയാലോ, ക്രൈം റിപ്പോർട്ടിങ് നമ്മൾ പഠിക്കുന്നതല്ലേ. നമ്മൾ പ്രത്യേകിച്ച് അത് കോഷ്യസായിട്ട് ചെയ്യണമെന്ന് നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ പിന്നെ ഇതിനൊക്കെ തെളിവ് ആരാ തരേണ്ടത്? തെളിവ് തരേണ്ടത് കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് നിലപാടെടുക്കുന്നില്ല? ഇനിയൊരു കാര്യം, ഇപ്പോൾ ഇവിടെ പിണറായി വിജയൻ 10 വർഷം ചെയ്യുമ്പോൾ അവിടെ 11 വർഷം കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നു.
അതർ ദാൻ BJP സർക്കാരുകളിലെ അല്ലെങ്കിൽ ഇതര BJP സർക്കാരുകളുടെ മുഖ്യമന്ത്രിമാരെ എല്ലാവരെയും ജയിലിലടച്ചില്ലേ BJPക്കാരെ? എന്തുകൊണ്ട് പിണറായി വിജയനെതിരെ ഇത്രയും ഒബ്വിയസ് ആയിട്ട്, ഇത്രയും റെക്കോർഡിക്കലി, ഇത്രയും ബ്ലേറ്റൻ്റ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടായിട്ട് ചെയ്തില്ല? ഇനിയിപ്പോൾ തെളിവ് കിട്ടാത്തത് കൊണ്ടായിരിക്കും. തെളിവ് നിങ്ങൾ അന്വേഷിച്ചാൽ കവരുന്നൂർ ബാങ്കിലെ കവരുന്നൂർ ബാങ്ക് ആയിരുന്നില്ലേ, 300 കോടി രൂപയാണ്. നിസ്സാരമാണോ? CPM-ലെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് എണ്ണിയാൽ 5 വർഷം കൊണ്ട് എണ്ണി തീരും 300 കോടി രൂപ. ഇതാ കരുവന്നൂർ മാത്രമല്ല, ഒട്ടേറെ സംഭവങ്ങളുണ്ട് എന്ന ആരോപണവും വരുന്നുണ്ട്. അല്ല, അത് കൂടാതെ ഞാൻ കവരുന്നൂർ ബാങ്കിന്റെ കാര്യം പറഞ്ഞത്, കരുവന്നൂർ ബാങ്കിന്റെ കാര്യം പറഞ്ഞത്, തൃശ്ശൂർ പാർലമെന്റ് സീറ്റ് കിട്ടുന്നതിന്റെ വോട്ടിങ്ങിന്റെ തലേ ദിവസം വരെ ഉണ്ടായിരുന്നു ED-ക്കാർ. തൃശ്ശൂർ ഉണ്ടായിരുന്നു. എന്തോ വർഗീസോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ അന്നത്തെ സഹകരണ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും എല്ലാവരെയും ചോദ്യം ചെയ്യായിരുന്നില്ല, എല്ലാവരെയും പിടിച്ചു. അതൊക്കെ ബാർഗൈനിങ് ആണ്. നിങ്ങൾ ഈ സീറ്റ് നമുക്ക് തരുമെന്ന് പറയൂ, എത്ര വോട്ട് മറിക്കുമെന്ന് പറയൂ. അപ്പോൾ നമ്മൾ ഈ ആന ഇടയുമെന്ന് പേടിച്ചിരിക്കുന്നിടത്ത് ആഭ്യന്തരം ഇടഞ്ഞു. അതിൽ കൂടുതൽ വേറെ എന്തുവാണ്? ഇതാണ് നടക്കുന്നത്. ഇതാണ് ഈ ബാർഗൈനിങ് നടക്കുന്നത്. ഇവിടെയാണ്. ഇത് ആരാണ് ബാർഗെയിൻ ചെയ്യുന്നത്? വെറും പാർട്ടിക്കാരോ പാർട്ടിയുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് സെക്രട്ടറിയോ ഒന്നും അല്ല. ഇത് സാക്ഷാൽ ഈ പറയുന്ന സോ കോൾഡ് വിതിൻ ബ്രാക്കറ്റ് മുഖ്യമന്ത്രിയുടെ കീഴിലാണ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി, അദ്ദേഹത്തിൻ്റെ താല്പര്യത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ എമിസറീസ് ഉണ്ട്, ഏജൻറ്റുമാരുണ്ട്. അവരാണ് ഇത് ഇക്വേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമല്ലേ ADGP ആയിരുന്ന MR അജിത് കുമാർ. കാരണം എന്താ? അയാൾക്ക് ക്രെഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട മുഖ്യമന്ത്രിയാണ്. IAS IPSകാർക്ക് ഇൻറ്റഗ്രിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാണ്. അയാൾക്ക് ഇദ്ദേഹത്തിന് ഇപ്പോഴും സ്ലാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബ്ലെമിഷ്ഡ് സർട്ടിഫിക്കറ്റ് ഇദ്ദേഹം കൊടുത്തിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് ഇപ്പോഴും നല്ല ഔന്നത്യത്തോടുള്ള പദവിയല്ലേ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഇപ്പോൾ യാദൃശ്യമായിട്ട് നമ്മൾ വ്യക്തിപരമായിട്ടുള്ള സംഭാഷണത്തിൽ പോലും പറയാത്ത കാര്യം ഞാനിപ്പോൾ പറയേണ്ടി വന്നു. ഇത് പൊതുജനം അറിയട്ടെ. ഞാൻ അറിയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷേ ഇതാണ്, ഈ IAS IPSകാർക്ക് സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണോ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണോ എന്ന് ചോദിച്ചാൽ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുണ്ട്. മുഖ്യമന്ത്രിയാണ് അവർക്ക് ഇൻറ്റഗ്രിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഉപയോഗിക്കാൻ പുള്ളിക്ക്. അദ്ദേഹത്തിന് എല്ലാവരെയും ഉപയോഗിച്ചു. അതുകൊണ്ടാണല്ലോ പുള്ളിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എത്ര കാലം ജയിലിൽ കിടന്നു. കാരണമില്ലാഞ്ഞിട്ടാണോ? തെളിവില്ലാഞ്ഞിട്ടാണോ? അങ്ങനെ കിടക്കാൻ പറ്റും? ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോഴല്ലേ CBI എക്സോണറേറ്റ് ചെയ്തത്. പക്ഷേ 2 വർഷം അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ടാർണിഷ് ചെയ്തില്ലേ. അപ്പോൾ അതുപോലെ ആയിരിക്കുമോ ഇവിടെ സംഭവിച്ചത്? എവിടെ? കേരളത്തിൽ ഡൽഹിയിലെ പോലെ ആയിരിക്കുമോ? ഇപ്പോൾ പറയുന്നത് നിങ്ങൾ കണ്ടില്ലേ ഡൽഹിയിൽ എന്താണ് നടത്തിയത്, അതുപോലെ തന്നെയാണ് കേരളത്തിലും. അല്ല, കേരളത്തിൽ അതുപോലെ നടത്തുന്നില്ലല്ലോ. അവിടെ വെറും ഒരാക്ഷേപം, ഒരു RSS സംഘപരിവാർ സംഘടനയിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും സംസ്ഥാനത്തെ ഇതര BJP സംസ്ഥാന സർക്കാരിലെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു പരാതി പറഞ്ഞാൽ അപ്പം നടപടിയെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ വാർത്തകളുടെ ബേസിസിലും എന്തുകൊണ്ടാണ് UAE-യുടെ, താങ്കൾ UAE-യിലൊക്കെ ഉണ്ടായിരുന്ന ആളല്ലേ, UAE-യുടെ അറ്റാഷ് ഇറങ്ങി ഓടിയത് എന്തുകൊണ്ടാണ്? നിമിഷങ്ങൾ കൊണ്ട്, രാത്രി തന്നെ, രാത്രിക്ക് രാമാനം എന്താ അങ്ങനെ പറയുന്നൊരു രാഖി രാമാനം എന്ന് പറയില്ലേ, ഓടി രക്ഷപ്പെട്ട എന്തുകൊണ്ടാണ്? അതൊക്കെ നമ്മൾ പറയുമ്പോൾ വെറുതെ ഒരു എൽ അജിത്ത് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് വന്നിരുന്ന് ആക്ഷേപം പറയുന്നതല്ല, ഇതിനുള്ള കാരണം പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനിടയിലാണ് കുറേയേറെ വാവിട്ട വാക്കുകൾ വരുന്നത്. ഒപ്പം തന്നെ അങ്ങേ പറഞ്ഞ അവിശുദ്ധമായിട്ടുള്ള കൂട്ടുകെട്ട്, അതല്ലെങ്കിൽ കുറേയേറെ തെറ്റുകളുടെ കൃത്യമായ രേഖകൾ കൈവശം വെച്ചുകൊണ്ട് ബാർഗെയിൻ ചെയ്യുന്നു. അതാണ് നടക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. വെരി സിമ്പിൾ. അത് കൃത്യമാണ്. ഇനി 10 വർഷം ഭരിക്കുമ്പോൾ തുടർഭരണം കിട്ടി, 10 വർഷം ഭരിക്കുമ്പോഴുള്ള സംഭവം, 10 വർഷം തുടർഭരണം കിട്ടാനുള്ള കാരണം ആളുകൾ, പൊതുസമൂഹം മൊത്തത്തിൽ പറഞ്ഞത് നമ്മുടെ പ്രളയം വന്നിട്ട്, കൊടിയ പ്രളയം വന്നപ്പോഴുള്ള കിറ്റായിരുന്നു, കോവിഡ് സമയത്തുള്ള കിറ്റായിരുന്നു എന്ന്. ഈ കോവിഡ് സമയത്തും പ്രളയ സമയത്തും മനുഷ്യരുടെ, നമ്മുടെ കേരള സമൂഹത്തിൻ്റെയും മലയാളികളുടെയും ലോകവ്യാപകമായിട്ടുള്ള ലോകത്തെല്ലാം ഉള്ള മനുഷ്യരുടെ മനുഷ്യത്വമല്ലേ കോടാനുകോടി രൂപ ഇവിടെ CM-ൻ്റെ ഫണ്ടിൽ വന്നത്, CM-ൻ്റെ ഡിസാസ്റ്റർ ഫണ്ടിലേക്ക് വന്നത്. ആ ഫണ്ടല്ലേ ഇപ്പോഴും ഉപയോഗിക്കാതിരിക്കുന്നത് ഈ വയനാട്ടിൽ. ഇപ്പോഴും ഉപയോഗിക്കാത്തതിൻ്റെ 1/3 പോലും ഉപയോഗിച്ചിട്ടില്ല. ശ്രദ്ധിച്ചോ? അപ്പം ജനത്തിൻ്റെ ആ മാഗ്നാനിമിറ്റി അല്ലേ, ജനങ്ങളുടെ ആ വിശാല ഹൃദയതയല്ലേ, സഹജീവികളോടുള്ള അനുകമ്പയല്ലേ, സഹാനുഭൂതിയല്ലേ അതൊക്കെ കാണിക്കുന്നത്. അതിന് ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം ഒന്നും ചെയ്തില്ല, അതൊക്കെ ചവിട്ടി പിടിച്ചു ഫണ്ടല്ല. എന്നിട്ട് അദ്ദേഹം തുടർഭരണവും നേടി. അപ്പോൾ അവിടെ അത് ഈ കിറ്റിൻ്റെയും കുറ്റിയുടെയും കാര്യമല്ല,
അത് യഥാർത്ഥത്തിൽ അന്ന് BJPക്ക് 7% വോട്ട്, അസംബ്ലിയിൽ 15% വോട്ട് എൻ്റയർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉള്ളിടത്തുനിന്ന് 7% വോട്ട് കുറഞ്ഞു. 5 മുതൽ 7% വോട്ട് കുറവായിരുന്നു. അപ്പൊ അന്നും ഈ കൂട്ടുകെട്ടുണ്ടായിരുന്നു. അന്ന് ഈ ധാരണയുണ്ട്. കാരണം കോൺഗ്രസ് മുക്ത ഭാരതം കേരളത്തിൽ പോലൊരിടത്ത് 10 വർഷത്തിൽ കൂടുതൽ കോൺഗ്രസിനെ പുറത്തു നിർത്താൻ കഴിഞ്ഞാൽ BJPക്ക് പിന്നെ ഇന്ത്യയിൽ എവിടെ വേണോ എന്ത് സമ്മർസോട്ടും കളിക്കാം. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നു. അതിലൂടെ ഭരണം നിലനിർത്താൻ ഇടതുപക്ഷത്തിന് സാധിച്ചേക്കുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ജനം പൊറുതിമുട്ടി. ഞാനിപ്പോൾ മറ്റു രാഷ്ട്രീയം ഒന്നും പറഞ്ഞില്ലെങ്കിലും ജനം ഈ 10 വർഷം കൊണ്ട് പൊറുതിമുട്ടി. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന യുദ്ധം, താങ്കൾക്ക് അവിടുത്തെ ഭൂമിയെ നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. ഭൂമിയെ, അവിടുത്തെ പൊളിറ്റിക്സും അവിടുത്തെ സോഷ്യോളജിയൊക്കെ താങ്കൾക്ക് വ്യക്തമായിട്ടറിയാം. ഞാനൊരു 6-7 തവണ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നും പിന്നെ ഇവിടെ മലയാളികളായതുകൊണ്ട് എല്ലാ കുടുംബങ്ങൾക്കൊരു ഗൾഫുകാരനുണ്ടെന്നുള്ള ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുള്ള അറിവ് വെച്ച് ഞാൻ പറയാം. അവിടെ നടക്കുന്ന യുദ്ധത്തിന് ഇവിടെ നമ്മൾ എന്തോരം പ്രയാസപ്പെടുന്നു. കേരളം, കാരണം കേരളം വിട്ട് പുറത്തു പോയാൽ ചാണകം ചുവരിൽ ഒട്ടിച്ചിട്ട് അതെടുത്ത് കത്തിക്കുന്നവരാണ്. നമ്മുടെ ഇവിടെ ഗ്യാസേ പറ്റുള്ളൂ. അതെ. നമ്മുടെ ഇവിടെ എവിടെയാണ് ഈ ചുള്ളിയും ഗോതമ്പും ചൂട്ടും ഒക്കെ ഉപയോഗിക്കുന്നത്? ഒരു ഏത് വീട്ടിൽ അടുപ്പുണ്ട് ഇപ്പോൾ? ഇല്ലല്ലോ. ശരിയാണ്. നമ്മൾ നെട്ടോട്ടോടെയല്ലേ. ഇതിനു മുമ്പ് തന്നെ ഇവിടെ വിലക്കയറ്റം ഏറ്റവും കൂടുതലല്ലേ. അതെന്തുകൊണ്ടാണ്? സർക്കാരിൻ്റെ നയമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നയമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ നയം കൊണ്ട് മാത്രമാണ്. കാരണം ഈ സെസ്, അഡീഷണൽ സെസ് ഇന്ധനത്തിന് കൂട്ടി വെച്ചിരിക്കുന്ന ആരാണ്? ശ്രീ പിണറായി വിജയനാണ്. സ്റ്റേറ്റാണ്. അദ്ദേഹം അത് ഇപ്പോഴത്തെ ബഡ്ജറ്റിലും പിൻവലിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ജനം റീൽ ചെയ്യാണ്, അതിനകത്ത് കിടന്ന് ഉരുളുകയാണ്, കിടന്ന് പാടുപെടുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻ്റർനാഷണൽ പ്രശ്നങ്ങൾ കൂടെ ഇവിടെ വരുമ്പോൾ നമുക്ക് എന്ത് നയപരമായിട്ട് എന്തുണ്ട്? ഇതിപ്പോൾ ഞാനിത് പറയാൻ പ്രധാന കാരണം, ഇപ്പോൾ ഇന്ധന സപ്ലൈയിൽ യഥാർത്ഥത്തിൽ കേരളം പോലൊരു സംസ്ഥാനത്തിന് എക്സെപ്ഷൻ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കണം. കേരള സർക്കാർ ഡിമാൻഡ് ചെയ്യണം. കാരണം കേരളം എന്ന് പറയുന്നത് എൻറ്റയർലി 10% ഏർബനൈസ്ഡാണ്. 100% നഗരവൽകൃതമാണ്. അവിടെയൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതുപോലെ ഗ്രാമാന്തരങ്ങളും ചുള്ളിയും ചാണകവും ഉണക്കി കത്തിക്കുന്ന അടുപ്പുകൾ നമുക്കില്ല. ആ സംസ്കാരം നമുക്ക് എന്നേയും നഷ്ടപ്പെട്ടു കഴിഞ്ഞു, ഇല്ലേ? അപ്പോൾ ഇവിടെ ഏറെക്കുറെ എന്നല്ല, ഇവിടെ എവിടെയുണ്ട്? ഏത് വീട്ടിലുണ്ട്? ഞങ്ങൾ അച്ഛനും അമ്മയ്ക്കും 8 മക്കളാണ്. ഞങ്ങളുടെ വീടുകളിൽ 8 വീട്ടിലും വിറകടുപ്പില്ല. ഇല്ല, വെച്ചിട്ടില്ല. എനിക്കറിയുന്ന വീടുകളിലൊന്നുമില്ല. എൻ്റെ സഹോദരങ്ങളുടെ വീട്ടിലെന്ന് മാത്രമല്ല, എനിക്കറിയില്ല എലിയുടെ വീട്ടിൽ. എനിക്കറിയില്ല, അതറിയില്ല, ആയിട്ടൊന്നു ഞാൻ പറഞ്ഞത്. അല്ല, വളരെ കുറച്ച് തീർച്ചയായിട്ടും. കാരണം ഒരു 25 വർഷം മുമ്പ് ഉള്ള സ്ഥിതിയല്ല ഇപ്പോൾ കേരളത്തിൽ. തീർച്ചയായിട്ടും ആ ഒരു അർബനൈസേഷന്റെ ഭാഗമായിട്ട് അത്തരത്തിലൊരു മാറ്റം സംഭവിച്ചു. അപ്പോൾ പിന്നെ ഇൻഡക്ഷൻ കുക്കറാണ് അടുത്തത്. ഇൻഡക്ഷൻ കുക്കറും ഒക്കെ ഇപ്പോൾ സർവ്വസാധാരണമാണ്. ഇത് നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും റെമിറ്റൻസിനെ ബാധിക്കുന്ന സംഭവം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിന് ആൾക്കാർ. നേരത്തെ ഞാൻ പറഞ്ഞു, കേരളത്തിന്റെ ഒരു ഐക്കൺ എന്ന് പറയുന്നത് EMS ആണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം ഉണ്ടാക്കിയ പഠന കോൺഗ്രസ്, വികസന പഠന കോൺഗ്രസ് അറിയാമോ? അത് തോമസ് ഐസക്കാണ്, ഡോക്ടർ തോമസ് ഐസക്കാണ് അത് ഹെഡ് ചെയ്തത്. എൻ്റെ കൺസെപ്ച്വലൈസ് ചെയ്തത് EMS ആയിരുന്നു. പക്ഷെ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് പ്രാക്ടിക്കലി 119 രാജ്യങ്ങളിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് 85-ൽ ആദ്യത്തെ പഠന കോൺഗ്രസ് നടത്തിയത്. 119 രാജ്യങ്ങളിൽ നിന്നാണ് ഏതൊക്കെ തലത്തിൽ മനുഷ്യരെ വിഭവശേഷി ഉപയോഗപ്പെടുത്താം. അതിനകത്തുള്ള ഒരു സാധനമാണ് ഈ റെമിറ്റൻസ്. കേരള സംസ്ഥാനം അറിയപ്പെടുന്ന റെമിറ്റൻസ് ഗവൺമെൻറ് എന്നുള്ള, റെമിറ്റൻസ് സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്ക് അവിടെ നിന്ന് പണി കഴിഞ്ഞ് വാർദ്ധക്യം ബാധിച്ചതൊക്കെ തിരിച്ചു വരുന്നവരെ എങ്ങനെ നിലനിർത്താം എന്നുള്ളൊരു പേപ്പർ ഉണ്ടായിരുന്നു. താങ്കൾക്കത് ഇവിടെ കിട്ടും, നമ്മുടെ AK സെൻട്രൽ ലൈബ്രറി കിട്ടും. ഒന്നാം പഠന കോൺഗ്രസ്സിൽ 119 രാജ്യങ്ങളിൽ നിന്നുള്ള സോഷ്യോളജിസ്റ്റുകൾ പ്രസൻറ്റ് ചെയ്ത ഒരു പേപ്പറിൽ ഒന്ന് ഇതാണ്. ഞാൻ ഈ പറഞ്ഞ റെമിറ്റൻസാണ്. നമ്മുടെ ഈ വെളിച്ചവും പ്രകാശവും ഇവിടുത്തെ എല്ലാ നന്മകളും ഈ കാണുന്ന പുരോഗതി എന്ന് പറയുന്നത് ഗൾഫില്ലെങ്കിൽ ഇല്ല. ശരിയാണ്. ഗൾഫിൻ്റെ റെമിറ്റൻസ് കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ റെമിറ്റൻസിൻ്റെ ഇതിലെടുക്കുമ്പോൾ നമ്മൾ അമേരിക്കയുടേതും യൂറോപ്പിൻ്റെ ഒക്കെ 10%, 15% വരുള്ളൂ. പക്ഷേ 90% ലയൺ ഷെയറും. എക്സാക്ട്ലി, അത് ശരിയാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു ഇവിടെ ഈ സർക്കാർ? ഇവിടെ വെറുതെ നമ്മുടെ അസംബ്ലി ഹാളിൽ വിദേശ മലയാളികളുടെ ഒരു സമ്മേളനം വർഷാവർഷം കൂട്ടി അവരുടെ ഒരു സഖ്യവും അവർക്ക് ടീ പാർട്ടിയൊക്കെ നടത്തി എത്രയോ കോടി രൂപ നടത്തുന്നു എന്നുള്ളതല്ല. അതെല്ലാം ഇവർക്ക് ഫ്രൂട്ട്ഫുള്ളായിട്ട് ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ, ഇവർക്ക് തിരിച്ചു വന്നാൽ ഡെസ്പെറേറ്റായിട്ട്. ഇപ്പോൾ ഈ നടക്കുന്ന യുദ്ധം നമ്മളാരെങ്കിലും മലയാളികൾ ആഗ്രഹിക്കുന്നതാണ്? ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവിടെ നിന്ന് ജോലി കളഞ്ഞ് തിരിച്ചു വരേണ്ടി വരുന്നവരുടെ അവസ്ഥ എന്താണ്? അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ എന്തെങ്കിലും നയമുണ്ടോ നമുക്ക്? ശരിയാണ്. അതിൽ കുറേയേറെ ആഡ് ഓൺ ചെയ്യേണ്ടിയിരിക്കുന്നു, കുറേ തിരുത്തലുകൾ വരുത്തേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ എനിക്കറിയാവുന്ന ഒരാൾ നോർക്കയിൽ അംഗത്വം അദ്ദേഹം
ഗൾഫിൽ ഉണ്ടായിരുന്ന സമയത്ത് എടുത്തു. ഉം. പക്ഷേ ആ അംഗത്വ ഫീസ് അടച്ച് പുതുക്കാൻ സാധിച്ചില്ല. ഉം. നിലവിൽ അദ്ദേഹത്തിന് അത് പുതുക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ 30,000 രൂപ അടയ്ക്കണം. ഉം. നോട്ട് ദ പോയിന്റ്. 30,000 രൂപ അടയ്ക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ തിരികെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അത്രയും പൈസയില്ല. എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള കൺസെഷൻ തരാമോ? ഞാൻ ഇപ്പോൾ അംഗത്വം എടുക്കുന്ന രീതിയിൽ എടുത്തുകൊള്ളാം. പക്ഷേ അത് സാധിക്കില്ല. സാധിക്കില്ല. നിങ്ങൾ നയം മാറി. അന്നത്തെ ഇതേ എടുക്കാൻ അന്നത്തേത് പാടുള്ളൂ. നിങ്ങൾ കിട്ടണ്ടേ? ഒറ്റയടിക്ക് ആ. ഇത്രയും നിങ്ങൾ 30,000 രൂപ അടച്ചാലേ സാധിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ആനുകൂല്യം 10-15 വർഷം ഗൾഫിൽ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ് ആ ചെയ്തിരിക്കുന്നത്. കാലഘട്ടം തന്നെ പോവുകയാണ്. അതെ, കംപ്ലീറ്റ് ആ ഒരു ആനുകൂല്യം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താ ചെയ്യാൻ സാധിക്കുക എന്ന്. ഞാൻ ഇവിടെ ഈ സർക്കാരിനോടും അല്ലെങ്കിൽ ഇവരുടെ നയത്തിനനുസരിച്ചാണല്ലോ നമുക്ക് ഈ നമുക്ക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാം. പ്രസന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ എത്ര പ്രവാസികളുണ്ടാകും. ഇഷ്ടം പോലെ വരും. നിരവധി പേരുണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ ഈ ഏവിയേഷൻ്റെ പ്രശ്നം കാരണം വരാൻ പറ്റാതെ എത്രയോ പേരവിടെ സ്ട്രാൻഡഡ് ആയിരിക്കുന്നു അതെ എയർപോർട്ടുകളിൽ. അതെ അപ്പോൾ ഈ വരാൻ പോകുന്നവരെല്ലാം തിരിച്ചു പോകാൻ പറ്റുന്നവരായിരിക്കണം എന്നില്ല. തീർച്ചയായിട്ടും. അന്നത്തെ സമയത്താണെങ്കിലും, അതായത് 2008-ലും 10-ലും 20-ലും 15-ലും ഒക്കെ തന്നെ എത്രയോ പേരെ അന്ന് ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരുടെ ഇടപെടലിലൂടെ റെക്കോർഡ്സ് ഒന്നും ഉണ്ടാവില്ല. അവരവിടെയും ഇല്ലീഗലാണ്. ഇല്ലീഗലാണ്. അപ്പോൾ ഇല്ലീഗലായി കഴിയുന്നവർക്ക് തിരികെ വരണമെന്നുണ്ടെങ്കിൽ നൂലാമാലകൾ ഏറെയാണ്. അവരുടെ കയ്യിൽ പണം ഉണ്ടാവില്ല ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. അല്ല, ആ ഡോക്യുമെന്റ് ഇവിടെ കാണിച്ചാലും ഇല്ലീഗലാണ്. അതെ, ഇവിടെ അത് ജസ്റ്റിഫയബിൾ അല്ല. ഓക്കെ. ഞാൻ അപ്പോൾ ഗൾഫിലായിരുന്നു എന്ന് പറഞ്ഞ് ജസ്റ്റിഫൈ അതെ, ചെയ്യാൻ പറ്റില്ല അവിടുത്തെ ഡോക്യുമെന്റ് കാണിച്ച്. പക്ഷേ എങ്കിലും അവിടെ നിന്നും അവിടുത്തെ പ്രാദേശിക നമ്മുടെ നാട്ടിലെ പ്രവാസി സംഘടനകളുടെ സഹായത്തോടു കൂടി എത്രയോ പേരെ കയറ്റി അയച്ചു. അങ്ങനെ വരുന്നുണ്ട്. നിരവധി പേരെ KMCCയുടെ സഹായത്തോടെ, ഇന്ത്യൻ സോഷ്യൽ സെൻ്ററിൻ്റെ സഹായത്തോടെ, ഇന്ത്യൻ കൾച്ചറൽ സെൻ്ററിൻ്റെ സഹായത്തോടെ, അങ്ങനെ അങ്ങനെ ഒട്ടേറെ നമ്മുടെ അല്ല, അതിലൊന്നും നമ്മുടെ സർക്കാരിനൊന്നും സർക്കാരിൻ്റെ ചെയ്യാനില്ല പങ്കല്ല. എന്നുള്ളതാണ് പറയുന്നത്. സർക്കാരിൻ്റെ പങ്കല്ല. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളും ഉണ്ട്. സർക്കാരിന് ചിന്തിക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്. പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രവാസി സീറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രൊഫഷണൽ കോഴ്സുകളിലൊക്കെ തന്നെ ഉള്ളത് വലിയ ഫീസ് വാങ്ങിയാണ് കുട്ടികളെ NRI seat. NRI സീറ്റ്. അപ്പോൾ ഈ NRIs എന്ന് പറഞ്ഞ് ഇവർ മാറ്റിവെച്ചിരിക്കുന്ന ആ സീറ്റിലേക്ക് ആരെയാണോ അവർ അഡ്രസ്സ് ചെയ്യുന്നത്, ആ NRIs ബ്ലൂ കോളർ ജോബ് ഉള്ളവരാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഓക്കെ. അല്ല, അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നില്ല. ഉം. ലിയോ, അതാണ് പ്രധാനം. നമ്മൾ NRIസിനെ കുറിച്ച്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ജോലിക്ക് പോയി അല്ലെങ്കിൽ അവിടെ ചെന്ന് എന്തെങ്കിലും ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി ഇവിടുത്തെ ബാധ്യതകൾ പ്രശ്നങ്ങളൊക്കെ എടുത്ത് തോളിലേറ്റിക്കൊണ്ട് അവിടെ പോയ മനുഷ്യർക്ക് വേണ്ടി ഇവിടെ ഒരു റീഹാബിലിറ്റേഷൻ പോളിസിയും ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ശരിയാണ്. ഈവൻ ഈ ഒരു കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. പ്രവാസികൾ, പ്രത്യേകിച്ച് ഗൾഫ് മലയാളികൾ, നാടിനെക്കുറിച്ച് വളരെ കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നാട്ടിലുള്ള ഏതൊരു ചലനങ്ങളും ചലനങ്ങളും അവർ അറിയാൻ താല്പര്യമുള്ളവരാണ്. പ്രശ്നങ്ങളുണ്ടായാൽ ഇടപെടാൻ താല്പര്യമുള്ളവരാണ്. എൻ്റെ ഒരു സിമ്പിൾ മാധ്യമപ്രവർത്തനമായിട്ടുള്ള ഞാൻ ഹാൻഡിൽ ചെയ്ത, അല്ലെങ്കിൽ ഞാൻ അവർക്ക് മുന്നിൽ അവതരിപ്പിച്ച 600ഓളം വ്യക്തികളുടെ കേസുകൾ, ചികിത്സിക്കാൻ പണമില്ലാതെ ജീവിതം വഴിമുട്ടിയ ആൾക്കാർ, ക്യാൻസർ പേഷ്യൻസ്, കിഡ്നി പേഷ്യൻസ്, അങ്ങനെയുള്ളവരുടെ കേസസ് അവർ ഹാൻഡിൽ ചെയ്തു. ഈ ഒരൊറ്റ മാധ്യമപ്രവർത്തകൻ്റെ ഇടപെടലിലൂടെ എത്രയോ കോടി രൂപയാണ് അവരുടെ വീടുകളിലേക്ക് എത്തിയത്. അവർക്കൊന്നും തന്നെ സർക്കാരിൻ്റെ സഹായം നാമമാത്രമായിരുന്നു. അല്ലെങ്കിൽ പലർക്കും കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. രക്ഷപ്പെടാൻ സാധ്യതയില്ലാതെ അപേക്ഷയായി ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിയ കേസുകളാണ് ഞങ്ങൾ അന്ന് അവിടെ ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവാസികളുടെ കാര്യത്തിൽ നമ്മുടെ സർക്കാർ എന്ത് ചെയ്യുന്നു, തിരികെ എന്താണ് കൊടുക്കുന്നത് എന്നുള്ളത് വളരെ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു നമ്മുടെ പോയിന്റാണ്. നാട്ടിൽ ഇവിടെ ഇൻഡിജീനിയസ് ആയിട്ട് ഇവിടെ തന്നെ നിന്ന് വളരുന്ന നമ്മളെപ്പോലെ പ്രവർത്തിക്കുന്നവർക്ക് കിട്ടുന്ന അതിനേക്കാൾ എത്രയെങ്കിലും ഇരട്ടി പ്രാധാന്യവും പ്രാതിനിധ്യം അവർക്ക് വേണം, Yes. അവർക്ക് കൊടുക്കണം. കാരണം എല്ലാ വീട്ടിലും ഒരു ഗൾഫുകാരനുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ കുറവാണ്, ഇല്ല എന്ന് പറയാം. പക്ഷേ 10 വീടെടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു അമേരിക്കക്കാരനോ ഒരു യൂറോപ്യൻകാരനോ കാണും. പക്ഷേ ഗൾഫിലെ എല്ലാ വീട്ടുകളിൽ നിന്നും ഒരു 1-2 പേര്, ഒന്നിലധികം പേര് ഗൾഫിലുണ്ട്. അവരുടെ സമ്പാദ്യം കൊണ്ട്, അവരുടെ അവിടുത്തെ സ്വെറ്റ് കൊണ്ടാണ് ഇവിടെ വീട് കഞ്ഞി വെക്കുന്നത്. അല്ലെ, അങ്ങനെയുള്ളവരുടെ ആ ഒരു പ്രവാസി സമൂഹത്തിനിടയിലേക്ക് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ പോകുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്, അവിടെ വാഗ്ദാനങ്ങൾ ഡിന്നറിന് കൊടുക്കുന്നുണ്ട്. പോകുന്നുണ്ട്. പക്ഷേ എന്തവർക്ക് തിരിച്ചു കൊടുക്കുന്നു എന്നുള്ള കാര്യം ഇങ്ങനെ കൊടുത്താൽ മതിയോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ കൾച്ചറിനെ കുറിച്ച് സംസാരിച്ചു വന്നു, നേതാക്കളെ കുറിച്ച് സംസാരിച്ചു വന്നു, പൊളിറ്റീഷ്യൻസ് എങ്ങനെയാണ് ഓരോ പ്രശ്നങ്ങളും ഹാൻഡിൽ ചെയ്തത് എന്ന് ഒക്കെയാണ് നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്തത്. അപ്പോൾ മുഖ്യമന്ത്രിയിൽ തുടങ്ങി പ്രവാസികളിൽ എത്തി അവസാനിക്കുകയാണ്. എങ്കിലും അപ്പോൾ അങ്ങ് പറഞ്ഞതിൻ്റെ ഒരു സാരം, നമ്മൾ പ്രസൻറ്റ് സിനാരിയോയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നിലവിലെ സർക്കാരിൻ്റെ പ്രവൃത്തികൾ ജനങ്ങളെ പൊറുതിമുട്ടിച്ചിരിക്കുന്നു. പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനം.
UDF തന്നെയാണ് മുൻതൂക്കം. മുൻതൂക്കം. അതെ. CPM-ഉം BJP തമ്മിൽ, അല്ലെങ്കിൽ ക്ഷമിക്കുക, പിണറായി വിജയനും BJP-യിലെ കേന്ദ്ര നേതൃത്വവും തമ്മിൽ ഒരു ധാരണയുണ്ട്, അങ്ങനെയല്ലേ? അങ്ങനെ തന്നെ. അത് മുഖ്യമന്ത്രി നിർബന്ധിതനാവുകയാണ്. കാരണം അദ്ദേഹം ചിലപ്പോൾ എക്സ്പോസ് ചെയ്യപ്പെടാം അദ്ദേഹത്തിന്റെ എന്നാണോ? ചെയ്തികളുടെ ഫലമായിട്ട് അദ്ദേഹം അക്കൗണ്ടബിൾ ആകുന്നു. അങ്ങനെയാണ്. ഇതാണ് ഈ ഒരു ചർച്ചയുടെ കൺക്ലൂഷൻ. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ശ്രീ L. അജിത്ത് പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമേറിയ വിഷയമാണ്. കാരണം പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ഈ പൊളിറ്റിക്സ് ഹാൻഡിൽ ചെയ്യുന്നവർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് അവർക്കിപ്പോൾ ഒരു ജീവനോപാധിയായി മാറിയിരിക്കുകയാണ്. ടോപ്പ് ടു ബോട്ടം പൊളിറ്റീഷ്യൻസിൽ നല്ലൊരു ശതമാനവും കറപ്റ്റാണ് എന്ന് പറയുവാൻ എനിക്ക് ചങ്കൂറ്റമുണ്ട്. റിയലി ഐ ഡെയർ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിനെ തിരുത്തുക. അതും ഒരു വെല്ലുവിളിയാണ്. അതൊരു നല്ല വെല്ലുവിളിയായി എടുക്കുക, പോസിറ്റീവ് വെല്ലുവിളിയായി എടുക്കുക. നല്ല പൊളിറ്റീഷ്യൻസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പൊളിറ്റീഷ്യൻസ് നിരവധി പേർ നല്ലവരുണ്ട്. ആത്മാർത്ഥമായി ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നവർ. അവരിലേറെയും അടിച്ചമർത്തപ്പെടുകയാണ്, പാർശ്വവൽക്കരിക്കപ്പെടുകയാണ് ഉന്നത നേതൃത്വങ്ങളിൽ നിന്നും എന്നുള്ളതാണ് മറ്റൊരു വശം. എന്തായാലും നല്ല നേതാക്കൾ, സത്യസന്ധരായ നേതാക്കളുടെ കാലം കഴിഞ്ഞു എന്ന് നിരീക്ഷകർ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. ഇന്ന് സർവൈവലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനുള്ള ആൻസർ ആയിട്ടാണ് ഇപ്പോഴത്തെ പൊളിറ്റീഷ്യൻസിൻ്റെ പ്രവർത്തനങ്ങൾ. അവരുടെ നേട്ടം, സ്വന്തം നേട്ടത്തിന് വേണ്ടി അവർ എന്തും പറയും, എന്തും ചെയ്യും എന്നുള്ള നിലയിലേക്ക് അധപ്പതിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രബുദ്ധ കേരളത്തിലെ രാഷ്ട്രീയ സമൂഹം എന്നുള്ളത് ഒരു വശം. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള കൂട്ടുകെട്ടുകളുണ്ട്. അതിൻ്റെ പാർശ്വഫലങ്ങളുടെ റിസൾട്ടായി കുറേയേറെ നീക്കുപോക്കുകൾ നടത്തേണ്ടിയും വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ രാഷ്ട്രീയം. ഇതാണോ നമ്മുടെ രാഷ്ട്രീയം ആകേണ്ടത്? നമ്മുടെ പൊളിറ്റീഷ്യൻസിൻ്റെ കൾച്ചർ ഇങ്ങനെ മതിയോ? ഇതൊക്കെ ഒരു ചോദ്യമാണ്. ഇതിനൊക്കെ ഉത്തരം നൽകുവാൻ പൊതുസമൂഹത്തിന് സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ചർച്ച തുടരാം അടുത്ത എപ്പിസോഡിൽ. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റ് സംസാരിച്ചു. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. നമുക്ക് നമസ്കാരം.